അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂൾ സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെല്ലാം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സ്റ്റഡി നടത്തുകയാണ്, അതിൻ്റെ ട്രെൻഡ് എന്തുവാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയോ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണല്ലോ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി നടത്തുമല്ലോ. അപ്പോൾ ആ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കും, ഒരു സാമ്പിൾ എന്നല്ല, ആദ്യം ഒരു ഗ്രൂപ്പ് ഓഫ് ഇതെടുക്കും. ഒരു ഗ്രൂപ്പിനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കും. അങ്ങനെ എടുക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സിനെ ഓരോരോ സാധനം, യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോരോ സാധനം, അങ്ങനെ കുറേ യൂണിറ്റുകളുടെ ഒരു ഗ്രൂപ്പിനെ എടുക്കുമല്ലോ. അത് ആ ഗ്രൂപ്പിലുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ജീവനുള്ളതാവാം, ജീവനില്ലാത്തതാവാം. അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി അണ്ടർ സ്റ്റഡി ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് ലിവിങ് ഓർ നോൺ ലിവിങ്, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ളത് നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ പിന്നെ ഫൈനൈറ്റും ഇൻഫൈനൈറ്റും ആവാം. ഈ ഓരോ പോപ്പുലേഷനിലും ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അതായത് ഓരോ യൂണിറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോളേജിലെ കുട്ടികളെ എല്ലാം എടുത്തിട്ട് അവരുടെ ഹൈറ്റിൻ്റെ ട്രെൻഡിനെ പറ്റിയോ ഹൈറ്റ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ എടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഓരോ കുട്ടികളുണ്ടല്ലോ, ഓരോ കുട്ടികൾ, അങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽ ചേർന്നുണ്ടാകുന്നതല്ലേ പോപ്പുലേഷൻ. ആ ഓരോ ഇൻഡിവിജ്വലിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ. ഇപ്പം നമ്മൾ ഇതിനകത്ത് MTC തിരുവല്ലയിലെ സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുട്ടികളുടെ എല്ലാം പോപ്പുലേഷൻ എടുക്കുമ്പം, അപ്പം കുട്ടികളുടെ എല്ലാം ഇതെടുക്കുമ്പോൾ ആ കുട്ടികളുടെ എണ്ണമുള്ള അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കമ്പനി A എന്ന് പറയുന്ന ഒരു കമ്പനി കുറേ ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പം നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ ക്വാളിറ്റിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അപ്പോൾ ആ ഐറ്റംസ് അവരുണ്ടാക്കുന്ന എല്ലാ മാനുഫാക്ചറിങ് ഐറ്റംസും ആയിരിക്കും അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, പോപ്പുലേഷൻ വളരെ വലുതായിരിക്കുമ്പം അത് ഓരോ യൂണിറ്റായിട്ട് എടുത്ത് പഠിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ തന്നെ ചിലപ്പം ഓരോ യൂണിറ്റ് എടുത്തിട്ട് ടെസ്റ്റ് എല്ലാ യൂണിറ്റും ഓരോരോ യൂണിറ്റായിട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ ഒരു ബോറിംഗ് ആയിട്ടുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു വലിയ പ്രോസസ്സായിരിക്കും. അപ്പം പിന്നെ വേറെ സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പം നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പം ആ ഐറ്റംസ് ഡിസ്ട്രോയ് ആയിപ്പോകാം, നശിച്ചു പോകാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. അതായത് പടക്കം പൊട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഒരു പോപ്പുലേഷൻ എടുത്തിട്ട് പടക്കത്തിൻ്റേത് പഠിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും പടക്കം പൊട്ടിച്ച് നോക്കണ്ടേ, അപ്പോൾ ആ പടക്കം മൊത്തം ദൂരം അല്ലെങ്കിൽ ലൈഫ് ടൈം ഓഫ് ബൾബ്, ഒരു ബൾബ് എത്ര നാൾ നിൽക്കും, ബൾബ് ഫുൾ കത്തിച്ച് നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. അപ്പം അങ്ങനത്തെ എല്ലാ ബൾബും കത്തിച്ച് നോക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പോപ്പുലേഷൻ. നമ്മൾ സ്റ്റഡി നടത്തുന്നത് ഒരു പോപ്പുലേഷനാണ്, പക്ഷേ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അതിൻ്റെ മെത്തേഡാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടാണ്. സാമ്പിൾ കൺസിസ്റ്റ് ഓൺലി എ പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കുന്ന, അത് സെലക്ട് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ്. ഇത്രയും പഠിച്ചപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യുന്നത് ആ സ്റ്റഡി അതിൻ്റെ ആ ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ ഫൈനൈറ്റോ ഇൻഫൈനൈറ്റോ ആവാം. അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കുഞ്ഞു യൂണിറ്റ്സ് ആയിട്ടുള്ളത്, അതായത് അതിൻ്റെ പോപ്പുലേഷൻ്റെ ഓരോ ഇൻഡിവിജ്വൽസിനെ നമുക്ക് യൂണിറ്റ്സ് എന്ന് വിളിക്കാം. പിന്നെ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിൽ മൊത്തമായിട്ടും സ്റ്റഡി നടത്തുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ പോപ്പുലേഷൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് അതിലാണ് സ്റ്റഡി നടത്തുന്നത്. ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഈ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സാമ്പിളിങ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പാരാമീറ്റർ. അതായത് ഈ പോപ്പുലേഷൻ വാല്യൂസ് ഉണ്ടല്ലോ, പോപ്പുലേഷൻ വാല്യൂസ് വെച്ചിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന കോൺസ്റ്റൻസിനെയാണ് പറയുന്നത് പാരാമീറ്റർ. കോൺസ്റ്റൻസ് ഒബ്റ്റെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോപ്പുലേഷൻ വാല്യൂസ് ഈസ് കോൾഡ് എ
കോൾഡ് ആസ് എ പാരാമീറ്റർ. പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ്റെ വാല്യൂസ് വെച്ചിട്ട് എടുക്കുന്ന സാമ്പിളിംഗ് അല്ല, പോപ്പുലേഷൻ ഉണ്ടല്ലോ മൊത്തത്തിൽ തരുന്ന ആ പോപ്പുലേഷൻ്റെ വാല്യൂസ് വെച്ച് എടുക്കുന്ന കോൺസ്റ്റൻറ്റിനെ ആണ് എന്ന് പറയുന്നത് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഓർക്കുക, പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴും പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പാരാമീറ്റർ എന്ന് പറയുമ്പോഴും പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പം അങ്ങനെ ഓർത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്തോ പോപ്പുലേഷൻ മീന്, പോപ്പുലേഷൻ വേരിയൻസ്, അതെല്ലാം പോപ്പുലേഷൻ്റെ വാല്യൂ വെച്ചിട്ടില്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് മൊത്തം തന്നേക്കുന്ന എന്തൊക്കെ വാല്യൂ ആണോ അതിൻ്റെ എല്ലാം കൂടെ സം ചെയ്തിട്ട് നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മീനല്ലേ പോപ്പുലേഷൻ മീൻ, മ്യൂ എന്ന് പറയുന്നത്. ഇനി അതുപോലെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സാമ്പിൾ വാല്യൂസ്, സാമ്പിളിൻ്റെ വാല്യൂസ് വെച്ചിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന കോൺസ്റ്റൻസ് ഒബ്റ്റെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാമ്പിൾ വാല്യൂസ് ഈസ് കോൾഡ് ആസ് എ സ്റ്റാറ്റിസ്റ്റിക്. പാരാമീറ്റർ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ്റെ വാല്യൂസ് വെച്ച് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന കോൺസ്റ്റൻസ്. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുമ്പം സാമ്പിളിൻ്റെ, മറ്റേത് മൊത്തത്തിൽ. ഇത് അതിൻ്റെ ചെറുതെന്ന് നോക്കാം. മൊത്തത്തിലുള്ളതിൻ്റെ എടുക്കുമ്പോൾ പോപ്പുലേഷൻ്റേത് വരുമ്പോൾ പാരാമീറ്റർ, അതിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൻ്റെ വാല്യൂ വെച്ചിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുമ്പം അത് സ്റ്റാറ്റിസ്റ്റിക്. അപ്പം ഇത് സാമ്പിൾ മീനും സാമ്പിൾ വേരിയൻസും അതിനകത്ത് വരും. ഇനി അടുത്തത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്. അതായത് സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്. സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കിന് കിട്ടാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസിൻ്റെ എല്ലാം കൂടെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു സാമ്പിളിൽ നിന്ന് എടുത്തിട്ട് സാമ്പിളിൽ നിന്ന് എടുത്തിട്ട് കിട്ടുന്ന കോൺസ്റ്റൻറ്റ് ഓഫ് സാമ്പിൾ വാല്യൂസ് വെച്ചിട്ടെടുക്കുന്ന കോൺസ്റ്റൻസിനെയാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ആ സ്റ്റാറ്റിസ്റ്റിക്കിന് എന്തൊക്കെ പോസിബിൾ വാല്യൂസ് വരാമോ അതെല്ലാമാണ്, ആ ഒരു സെറ്റിനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്. ഇനി അടുത്തത് എന്തൊക്കെ ടൈപ്പ് സാമ്പിളിംഗ് ഉണ്ടെന്നാണ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ്. ദ ടെക്നിക് ഓഫ് സെലക്ടിങ് എ സാമ്പിൾ ഈസ് ഓഫ് ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻസ് ഇൻ ദ തിയറി ഓഫ് സാമ്പിളിംഗ്. എന്തായാലും നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു പോപ്പുലേഷനാണ് സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നത്, പക്ഷെ അത് മൊത്തം പഠിക്കാൻ പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനകത്തുനിന്നൊരു സാമ്പിൾ എടുത്തിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഓർക്കണം, ആ സാമ്പിൾ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനത്തെ സാമ്പിളാണെന്ന് വെച്ച്, അതായത് അത് നല്ലൊരു സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന പോലത്തെ മറ്റേ പോപ്പുലേഷൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ശരിക്കും അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതായത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിരിക്കണം ഈ സാമ്പിളെന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരുന്ന അതിൻ്റെ തന്നെ ഒരു ചെറിയ ഭാഗമായിരിക്കണം സാമ്പിളിങ്. അപ്പം സാമ്പിളെന്ന് പറയുന്നത്, അപ്പോൾ ഈ സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഏത് തരത്തിലുള്ള സാമ്പിളിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻസ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സാമ്പിളിങ്ങിനെ. പ്രോബബിലിറ്റി സാമ്പിളിങ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്. പ്രോബബിലിറ്റി സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ റാൻഡം സാമ്പിളിങ്. അതായത് അതാണ് റാൻഡം സാമ്പിളിംഗ് ആണ് ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. സയൻസ് പരമായിട്ട് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ബാക്കിംഗ് ഉള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ്. അതായത് സം ലോസ് ഓഫ് ചാൻസ്, അത് ഇങ്ങനെ ഓർക്കുക. ചാൻസ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി എന്നുള്ളതല്ലേ, കുറച്ച് മാത്തമാറ്റിക്കൽ ലോസ് ഓഫ് ചാൻസ് ഉണ്ട്. ചാൻസിൻ്റെ കുറച്ച്, ചാൻസ് എന്ന് പറയുമ്പോൾ എന്താ, പ്രോബബിലിറ്റി എന്നുള്ളത്, ചാൻസിൻ്റെ കുറച്ച് ലോ ഉണ്ട് മാത്തമാറ്റിക്കലായിട്ടുള്ള. ആ ലോസ് വെച്ചിട്ടാണ് ഇവിടെ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, റാൻഡം സാമ്പിളിങ്ങിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സാമ്പിളിൻ്റെ പോപ്പുലേഷൻ്റെ ഓരോ യൂണിറ്റിനും ഒരു പ്രീ അസൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ബീയിങ് സെലക്റ്റഡ്. അതിൻ്റെ അതായത് പോപ്പുലേഷനുള്ള എല്ലാ സംഭവങ്ങളും, എല്ലാ ഇതും ഉണ്ടല്ലോ, യൂണിറ്റ്സ്, ആ യൂണിറ്റ്സ് എല്ലാ യൂണിറ്റിനും സെലക്ട് ചെയ്യാനൊരു പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ്. അതായത് അതിലേതെങ്കിലും സെലക്ട് ആവാൻ സാധ്യത, സെയിം ആവണം എന്ന് തന്നെയല്ല, ഏതെങ്കിലും ഒന്ന് സെലക്ട് ആവാനുള്ള ഒരു പ്രീ അസൈൻഡ് ആയിട്ടുള്ളൊരു നേരത്തെ
അസൈൻഡ് ആയിട്ടുള്ള നേരത്തെ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അതായത് ഒരു പോപ്പുലേഷൻ എടുത്താൽ റാൻഡം സാമ്പിളിങ് വഴി നമ്മളത് സെലക്ട് ചെയ്യുമെന്നാണെങ്കിൽ, സാമ്പിൾ സെലക്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷനിലെ എല്ലാ വാല്യൂസിനും സെലക്ട് ആവാനൊരു സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് അതിനകത്തൊരു പ്രോബബിലിറ്റി കൊടുത്തിട്ടുണ്ട് അവർക്ക്, എല്ലാം സെലക്ട് ആവാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വരുമ്പം നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ് അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിങ്. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെ ഈ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിങ്ങിന് വേണ്ടി എടുക്കുമ്പം ഇത് സെലക്ട് ആവാൻ എല്ലാത്തിനും ഒന്നും ഇതിൽ നിന്നും ആ പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിലേക്ക് സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി എല്ലാ യൂണിറ്റ്സിനും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി എല്ലാ യൂണിറ്റിനും അല്ല, ഒരു യൂണിറ്റിനും പ്രോബബിലിറ്റി ഒന്നും അസൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പം അവിടെ ഈ ചോയ്സ്, ഈ സാമ്പിളിംഗ് യൂണിറ്റ്സ് ഏതൊക്കെ എടുക്കും, സാമ്പിൾ എടുക്കുമ്പം ഏതൊക്കെയാണ് പോപ്പുലേഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്, അത് മൊത്തമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിനെയും അയാളുടെ തീരുമാനത്തിനും അനുസരിച്ചായിരിക്കും, അയാളുടെ താല്പര്യത്തിനും തീരുമാനത്തിനും അനുസരിച്ചായിരിക്കും. അപ്പം സാമ്പിളിങ് 2 തരത്തിലുണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിങ്, അത് ആ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലായി, പ്രോബബിലിറ്റി ഉണ്ട്, അതിനൊരു പ്രോബബിലിറ്റി ഉണ്ട്, അതിൻ്റെ പോപ്പുലേഷൻ്റെ വാല്യൂസ് സെലക്ട് ആവാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. മറ്റേ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അതിന് പ്രോബബിലിറ്റി ഇല്ല, അതിൻ്റെ വാല്യൂസ് സെലക്ട് ആവാൻ പ്രോബബിലിറ്റി ഇല്ല.